നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആരെയാണ് പറ്റിച്ചത്? അല്ല, ഇപ്പോൾ പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞ ആരെയാണ് തേച്ചത്? നിക്കോ വില്യംസ് ബാഴ്സയെ പറ്റിച്ചു, തേച്ചു, ഇങ്ങനെയൊക്കെയാണ് പലരും ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. വലിയ ബാഴ്സ പേജുകൾ, ട്വിറ്ററിലൊക്കെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ ബാഴ്സയെ നിക്കോ വില്യംസ് പറ്റിച്ചു, ആരാണിതിന് ഉത്തരവാദി, കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഉണ്ടായിട്ട് നാണക്കേട് ഉണ്ടാക്കിയിട്ട് വീണ്ടും എന്തിന് ഇങ്ങനെ ഒരു നാണക്കേട് സമ്മാനിച്ചു, പ്രസിഡൻ്റാണോ പ്രശ്നം, ഡയറക്ടറാണോ പ്രശ്നം, മീഡിയ ആണോ പ്രശ്നം, അതല്ല പ്ലെയറാണോ പ്രശ്നം? എന്താണ് യഥാർത്ഥത്തിൽ നിക്കോ വില്യംസ് ടു ബാഴ്സലോണ എന്ന ഡീലിന് സംഭവിച്ചത്? എന്തുകൊണ്ട് നിക്കോ വില്യംസ് ബാഴ്സയിലേക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയിൽ തന്നെ തുടർന്നു? നമ്മളിതിൻ്റെ പിന്നാമ്പുറ കഥകളൊന്ന് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ സീസണിലും ഇതുപോലെ നിക്കോ വില്യംസ് ടു ബാഴ്സ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അതിന് ഈ സീസണിൽ ഉണ്ടാവില്ല എന്ന് കരുതിയതുമാണ്. എന്നാൽ ഈ സീസണിൽ വീണ്ടും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് നിക്കോ വില്യംസിന് ബാഴ്സലോണയിൽ കളിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ ബാഴ്സയിൽ ചേരും എന്നാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിലധികമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. താരത്തിന് താല്പര്യമുണ്ട്. അത് ഡെക്കോ തന്നെ പല ഘട്ടങ്ങളിൽ പല ഇൻ്റർവ്യൂകളിൽ പറയുന്നതും കേട്ടു. താല്പര്യമുണ്ട്, ഞങ്ങൾ അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുമെന്ന തരത്തിൽ. പിന്നെ എന്ത് സംഭവിച്ചു? താരത്തിന് താല്പര്യമുണ്ടായിട്ടും ബാഴ്സലോണ റിലീസ് ക്ലോസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടും എന്ത് സംഭവിച്ചു? അപ്പോൾ ആ സമയത്ത് ബാഴ്സലോണ നിക്കോ വില്യംസിനെ സ്വന്തമാക്കുന്നത് തടയാൻ വേണ്ടി RFEFിലേക്കും ലലീഗയിലേക്കുമൊക്കെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ നീങ്ങും പരാതിയുമായിട്ട് നേരത്തിലും വാർത്തകളുണ്ടായിരുന്നു. അന്ന് ലാപ്പോട്ട പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്ത് പരാതിയാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്ക് ബാഴ്സയ്ക്കെതിരെ പറയാൻ പറ്റുക? ഇതിലെന്താണ് പ്രശ്നം? ഒരു താരത്തെ റിലീസ് ക്ലോസ് കൊടുത്ത് സ്വന്തമാക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന അത്തരത്തിൽ തന്നെയാണ് നീക്കങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ്. പക്ഷെ അപ്പോഴും ലലീഗ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, 1:1 എന്ന ആ ഒരു രൂപത്തിലേക്ക് ബാഴ്സ ഇപ്പോഴും എത്തിയിട്ടില്ല. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂളിൽ താരത്തെ സൈൻ ചെയ്താൽ ഇപ്പോൾ എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് ടെബാസ് ഉറപ്പിച്ചു പറയാൻ നമ്മൾ കേട്ടു. ഹവിർ ടെബാസ്, ലലീഗയുടെ പ്രസിഡൻറ്റ്. അതൊരു ഭാഗത്ത് നിൽക്കവെയാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ താരമായി നിൽക്കുന്ന നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റും ബാഴ്സലോണയും തമ്മിൽ നെഗോസിയേഷനിലേക്ക് പോകുന്നത്. താരത്തിന് താല്പര്യമുണ്ട്, ബാഴ്സയ്ക്കും താല്പര്യമുണ്ട്, റിലീസ് ക്ലോസ് കൊടുക്കാനും ബാഴ്സ തയ്യാറാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ഒരു ഉടക്ക് വരുന്നത്. താരത്തെ കൊണ്ടുവന്നാൽ രജിസ്റ്റർ ചെയ്യണം. 22 വയസ്സേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്യാമെന്ന് ഉറപ്പില്ലാതെ പുറത്തിരിക്കാൻ എന്തായാലും താരം തയ്യാറല്ല. കൊണ്ടുവന്നാൽ രജിസ്റ്റർ ചെയ്യാമെന്ന് ഉറപ്പ് കൊടുക്കണം. ബാഴ്സയ്ക്ക് അത് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഏജൻറ്റ് മുന്നോട്ട് വെക്കുന്ന അടുത്ത ആവശ്യം, അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ താരത്തിന് ക്ലബ്ബ് വിട്ടു പോകാൻ പറ്റണം. വെറുതെ പ്ലേയിങ് ടൈം ഒന്നും ഇല്ലാതെ, കാരണം അടുത്ത വർഷം വേൾഡ് കപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ, വേൾഡ് കപ്പ് ടീമിൽ പ്രധാനമായിട്ടും ഉണ്ടാവും എന്ന് കരുതുന്ന ഒരാൾ പ്ലേയിങ് ടൈം ഇല്ലാതിരിക്കാൻ തയ്യാറാവില്ല, രജിസ്ട്രേഷൻ ഇല്ലാതിരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെയെങ്കിൽ ക്ലബ്ബ് വിടാൻ അവസരം കൊടുക്കണം. ബാഴ്സ പറഞ്ഞു തയ്യാറാണ്, പക്ഷേ ഫ്രീ ഏജൻ്റായിട്ട് പോകണം. അത് ഏജൻറ്റിൻ്റെ ആവശ്യം, ഫ്രീ ഏജൻ്റായിട്ട് വിടണം. സ്വാഭാവികം, കാരണം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുമില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു താരത്തെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയല്ലേ, കൊണ്ടുവന്നിട്ട് കളിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അയാളെ കളിക്കാൻ വിടണം, ഫ്രീ ഏജൻ്റായിട്ട് വിടണം എന്നാവശ്യപ്പെട്ട് ബാഴ്സ പറഞ്ഞു പറ്റില്ല, ഞങ്ങൾ കൊടുക്കുന്ന തുക അത് തരാൻ ഏതെങ്കിലും ക്ലബ്ബ് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പോവാം, ഈ സീസണിൽ തന്നെ പോവാം. അപ്പോൾ അതിലാണ് ഉടക്കുണ്ടാകുന്നതും അത് പറ്റില്ല എന്ന് തീരുമാനം ആവുന്നതും ഇതിലൊരു തീരുമാനം തൻ്റെ ഫാമിലിയുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് നിക്കോ വില്യംസ് എടുക്കുന്നതും. അപ്പോൾ ഈ തേച്ചു, മായ്ച്ചു, പറ്റിച്ചു എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. അയാൾക്ക് കളിക്കണം. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഇങ്ങനെ പുറത്തിരിക്കാൻ ഏതെങ്കിലും താരം തയ്യാറാവുമോ? അപ്പോൾ ഇവിടെ പറയുന്നത് ഡാനി ഓൾമോ വന്ന പോലെ വരണം, രജിസ്ട്രേഷൻ ഉറപ്പൊന്നും ഇല്ലെങ്കിലും വരാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഇപ്പോൾ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ, മറ്റു പല ക്ലബ്ബുകൾക്കും താല്പര്യമുള്ളൊരു പ്ലെയർ വരുമോ? അയാൾക്കാകെ ഈ ക്ലബ്ബിൽ കളിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് വരാനെങ്കിലും തുനിഞ്ഞത്. പക്ഷേ രജിസ്റ്റർ ചെയ്യുമെന്നൊന്നും ഉറപ്പ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അയാളുടെ ഭാവി നോക്കി, അത്ര മാത്രമേ ഉള്ളൂ. അതിലൊരു തേക്കലും മായ്ക്കലും ഒന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരുന്നു.
നിക്കോ വില്യംസിന് റിട്ടൺ ഗ്യാരണ്ടി കിട്ടണം, ബാഴ്സ പ്ലെയർ രജിസ്റ്റർ ചെയ്യുമെന്ന്. അതാണ് സിറ്റുവേഷൻ എന്ന് ഫെബ്രിസിയോ ഈ നെഗോസിയേഷൻ്റെ സമയത്ത് വാർത്ത കൊടുത്തിരുന്നു. മുണ്ടോ ഡിപ്പോർട്ടിവോ വാർത്ത കൊടുത്തത് നിക്കോ വില്യംസ് ബാഴ്സലോണയിൽ എത്തുകയും ബാഴ്സയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ക്ലബ്ബ് വിട്ടു പോകാൻ സമ്മതിക്കും, പക്ഷേ അത് ഫ്രീ ആയിട്ടായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് പറയുന്നത് ഫ്രീ ആയിട്ടാവണമെന്നാണ്, ഫ്രീ ഏജൻറ്റാക്കി പോകാൻ പറ്റണമെന്നാണ്. എന്നാൽ ബാഴ്സലോണ പറയുന്നത് മറ്റൊരു ടീം 62 മില്യൺ യൂറോ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ബാഴ്സയ്ക്ക് ചിലവായ തുക കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിക്കോ വില്യംസിനെ പോകാൻ അനുവദിക്കൂ എന്നാണ്. മുണ്ടോ ഡിപ്പോർട്ടിവോ വീണ്ടും വിശദമായിട്ട് പറഞ്ഞു, ബാഴ്സലോണ നിക്കോ വില്യംസിനെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇപ്പം രജിസ്റ്റർ ചെയ്യപ്പെടും എന്നുള്ള ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. താരം ഡാനി ഓൾമോ എങ്ങനെയാണോ കഴിഞ്ഞ സീസണിൽ വന്നത് അതുപോലെ വരണം. സോഫാർ നിക്കോ വില്യംസിൻ്റെ ഏജൻറ്റ് അത് റിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താരം അധികം വൈകാതെ ഒരു തീരുമാനമെടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ എക്സ്റ്റൻഷൻ തീരുമാനം വരുന്നതിന് മുമ്പ് വാർത്തകൾ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഒരു നിഗമനത്തിലേക്ക് അപ്പോൾ എത്തിയിരുന്നത്, ബാഴ്സലോണയിലേക്ക് വരാൻ നിക്കോ വില്യംസ് തയ്യാറാണ്, പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫ്രീ ഏജൻ്റായിട്ട് പോകാൻ പറ്റണം, അത് അനുവദിക്കില്ലെങ്കിൽ വരില്ല എന്ന് തന്നെ നിക്കോ വില്യംസ് തീരുമാനമെടുത്തിരുന്നു. ക്ലബ്ബ് അദ്ദേഹത്തോട് മറ്റൊരു ട്രാൻസ്ഫറിന് സമ്മതിക്കാം, പക്ഷേ ഫ്രീ ആയിട്ടല്ല, കൊടുത്ത പണം തിരികെ കിട്ടുകയാണെങ്കിൽ പോകാം എന്ന തരത്തിലുള്ള ഓഫറാണ് വെച്ചത്. ഒടുവിൽ അദ്ദേഹം ഫാമിലിയും ഏജൻറ്റുമായിട്ടൊക്കെ സംസാരിച്ചു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് എന്തിനിങ്ങനെ റിസ്ക് എടുക്കണം, ഉള്ളിടത്ത് തന്നെ നിൽക്കുക, നീണ്ട കാലത്തേക്ക് അങ്ങ് സൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം അവിടെ തുടർന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.